ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന നര അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. സവാള എന്ന് പറയുമ്പോൾ അതിൻ്റെ തോലാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചധികം സവാള എടുത്തിട്ട് അതിൻ്റെ പുറമേയുള്ള തോടൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ ഇത്ര അധികം സവാളിൻ്റെയൊക്കെ തോല് കളയണമെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ കുറേ അധികം നമ്മൾ സവാളയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ പുറം തോട് എടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് തേക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ നമുക്ക് കാണുന്ന ഡൈ തേച്ചാലും മുമ്പിലോട്ട് കാണുന്ന ആ ഒരു നര മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് തോലെടുത്തിട്ട് ഒരടി കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കരിഞ്ഞ് വരണം, ആ ഒരു പരുവത്തിലോട്ട് വേണം എടുക്കണമെങ്കിൽ. അപ്പോൾ കുറച്ചധികം എടുത്താലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറേ അധികം സവാളയൊക്കെ മേടിക്കുന്ന സമയത്ത് അങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇളക്കി കൊടുത്താലേ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കരിയാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തീയൊക്കെ വരും ചട്ടിക്കകത്തൂടെ. അപ്പോൾ എന്നാലും കുറച്ചധികം തീയും പുകയും ഒക്കെ വരും. എന്നാലും നന്നായിട്ട് ഈ ഒരു പരുവത്തിലെങ്കിലും കരിയിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടായി കരിഞ്ഞ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ച് കിട്ടണം കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല ചിലപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് എമൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. കുറച്ചാണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. സാരമില്ല, അത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെല്ലിക്കാപ്പൊടിയും നീലിയാമ്പരിയുടെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, പക്ഷേ നമുക്ക് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഓയിലാണ് യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, കോക്കനട്ട് ഓയിലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു തരിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തരും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് തന്നെ തരും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെല്ലിക്കാപ്പൊടിയും നീലിയാമ്പരി പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ. 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ താങ്ക് യു.